പണ്ട് വൻ ശക്തികൾ ആകാശത്ത് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ മത്സരിച്ചപ്പോൾ ഇന്ത്യ നോക്കി നിന്നു. പക്ഷേ കാലം മാറി. ഇന്ന് ആകാശം ഭരിക്കുന്നത് ആരാണെന്ന് ലോകം തിരിഞ്ഞു നോക്കുകയാണ്. അവിശ്വസനീയമായ നേട്ടം. ആഗോള വ്യോമസേനകളുടെ റാങ്കിങ്ങിൽ വമ്പൻ സ്രാവുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ 3-ാം സ്ഥാനത്ത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളിലൊന്നായ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് ആകാശത്ത് നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പിന്നിൽ. ഇത് വെറും കണക്കല്ല, ഒരു പുതിയ ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഗർജനമാണ്. വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ സൈനിക കുതിപ്പിന് അടിവരയിടുകയാണ്. പക്ഷെ എന്താണ് ഈ 3-ാം സ്ഥാനം? ചൈന എങ്ങനെയാണ് നമ്മളെക്കാൾ താഴെ പോയത്? മോദി ഗവൺമെന്റിന്റെ കീഴിൽ ഇന്ത്യൻ വ്യോമസേന എങ്ങനെയാണ് മാറിയത്? ആകാശ യുദ്ധങ്ങളിൽ ഇനി ആര് വീഴും, ആര് വാഴും? ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വെറും വാർത്തയല്ല, വരും കാലത്ത് ആകാശത്ത് നടക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. കാരണം ഇന്ത്യയുടെ വരാനിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്തളക്കുന്നത് അവരുടെ അതിർത്തിയിലെ പടയാളികളെ നോക്കി മാത്രമല്ല, മറിച്ച് ആകാശത്ത് ആ രാജ്യം എത്രത്തോളം ശക്തമാണ് എന്ന് നോക്കിയിട്ടാണ്. ഒരു യുദ്ധത്തിന്റെ ഗതി തന്നെ നിമിഷ നേരം കൊണ്ട് തിരുത്തി കുറിക്കാൻ ശേഷിയുള്ള ഏരിയൽ പവർ അഥവാ വ്യോമശക്തി. ഈ വ്യോമശക്തിയുടെ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആഗോളതലത്തിൽ വ്യോമഫലത്തെ വിലയിരുത്തുന്ന ഏറ്റവും പ്രശസ്തമായ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പുറത്തുവിട്ട 2026 പുതിയ പട്ടിക. ഇത് വെറും റിപ്പോർട്ടല്ല, ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷ്യപത്രമാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വ്യോമസേനകളുടെ പട്ടികയിൽ ലോകത്തിലെ വൻ ശക്തികളായ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും തൊട്ടു പിന്നിലായി അതെ, ഇന്ത്യ 3-ാം സ്ഥാനത്ത്. ഇനി ശ്രദ്ധിക്കുക, ഈ നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഏഷ്യയിലെ വൻ ശക്തിയാണെന്ന് അവകാശപ്പെടുന്ന ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിനെ നിഷ്പ്രയാസം 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഇന്ത്യ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. 2022 മുതൽ ഇത് 5-ാം തവണയാണ് ചൈനയെന്ന ഡ്രാഗണിനേക്കാൾ കരുത്തോടെ ഇന്ത്യൻ വ്യോമസേന ആകാശത്ത് വിഹരിക്കുന്നത്. തുടർച്ചയായി 5-ാം തവണ. ഇത് വെറുമൊരു റാങ്കിംഗ് അല്ല, ആകാശത്തിന് ആര് വാഴുമെന്ന് ലോകം വിളിച്ചു പറയുന്ന അജയ്യമായ കരുത്താണ്. ഇനി മൊത്തത്തിലുള്ള പട്ടിക പരിശോധിച്ചാൽ അമേരിക്കൻ വ്യോമസേന, US നേവി, റഷ്യൻ വ്യോമസേന, US ആർമി, US മറൈൻ കോർപ്പസ് എന്നിവയ്ക്ക് പിന്നിലായി 6-ാം സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത്. ഇനി വെറും യുദ്ധവിമാനങ്ങളുടെ എണ്ണം മാത്രം നോക്കിയല്ല WDMMA ഈ റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. അവർ വികസിപ്പിച്ചെടുത്ത ട്രൂ വാല്യൂ റേറ്റിംഗ് എന്ന പ്രത്യേക സംവിധാനം വഴിയാണ് വിലയിരുത്തൽ. ഒരു രാജ്യത്തിന്റെ വ്യോമസേനയിലുള്ള വിമാനങ്ങളുടെ ആകെ എണ്ണം, അവയുടെ വൈവിധ്യം, ആധുനികവൽക്കരണം, ലോജിസ്റ്റിക് പിന്തുണ, ആക്രമണ പ്രതിരോധ ശേഷികൾ എന്നിവയെല്ലാം ഇതിൽ കണക്കിലെടുക്കുന്നുണ്ട്. കേവലം ഫൈറ്റർ ജെറ്റുകൾക്ക് പുറമെ മിഡ് എയർ റീഫെല്ലുറുകൾ, ഇന്ധനം നിറയ്ക്കുന്നവ, ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, പരിശീലന വിമാനങ്ങൾ എന്നിവയ്ക്കുള്ള പ്രത്യേക ശേഷിയും പുതിയ വിമാനങ്ങൾ വാങ്ങാനുള്ള ഓർഡറുകളും സ്വന്തമായി വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷിയും ഈ റേറ്റിംഗിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും ഉയർന്ന റാങ്കിംഗ് ലഭിച്ചത് നോക്കാം. 1716 വിമാനങ്ങളുമായി ഇന്ത്യ ആകാശത്ത് കരുത്ത് കാണിക്കുമ്പോൾ അതിൽ 542 എണ്ണം അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ്. സുഖോയ് 30, MKI മുതൽ റഫാൽ വരെ, തേജസ് മുതൽ മിഗ് വരെ നീളുന്ന നമ്മുടെ പോരാളികൾ. ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഇന്ത്യൻ വ്യോമശേഷിയുടെ 46% ഹെലികോപ്റ്ററുകളും ട്രാൻസ്പോർട്ട് വിമാനങ്ങളുമാണ്. US എയർഫോഴ്സിൽ ഹെലികോപ്റ്ററുകൾ വെറും 4% മാത്രമുള്ളപ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഹെലികോപ്റ്റർ നിര സൂക്ഷിക്കുന്നു? ഹിമാലയൻ അതിർത്തികളിലെ നമ്മുടെ സൈനികർക്ക് കണ്ണ് ചിമ്മി തുറക്കും മുൻപ് വെടിക്കോപ്പുകളും ഭക്ഷണവും എത്തിക്കാൻ ഈ കരുത്ത് അനിവാര്യമാണ്. ധ്രുവ്, രുദ്ര, പ്രചണ്ഡ ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ശത്രുക്കൾ വിറയ്ക്കും. ഇനി ഇതുകൂടാതെ 282 ട്രാൻസ്പോർട്ട് വിമാനങ്ങളും 374 പരിശീലന വിമാനങ്ങളും ഇന്ത്യക്കുണ്ട്. ഉയർന്ന റാങ്കിംഗ് ഉണ്ടെങ്കിലും ഇന്ത്യൻ വ്യോമസേന ചില പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. സേനയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് 42 ഫൈറ്റർ സ്ക്വാഡ്രണുകളാണ്. എന്നാൽ നിലവിൽ 29 സ്ക്വാഡ്രണുകൾ മാത്രമാണ് ഇന്ത്യക്ക് സജീവമായുള്ളത്. അതായത് ലക്ഷ്യമിട്ട 750 യുദ്ധവിമാനങ്ങൾക്ക് പകരം എണ്ണത്തിൽ കുറവുണ്ട്. കൂടാതെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങൾ, എയർബോൺ എയർലി വാനിംഗ് വിമാനങ്ങൾ, ഇലക്ട്രോ
ഇലക്ട്രോണിക് യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ കുറവും ഇന്ത്യ നേരിടുന്നുണ്ട്. ഈ കുറവുകൾ പരിഹരിക്കാനുള്ള വൻ പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം തന്നെ 150 തേജസ് മാർക്ക് IA യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഓർഡർ നൽകിക്കഴിഞ്ഞു. ഇവയുടെ നിർമ്മാണം പൂർത്തിയായി വരികയാണ്. 2030-35 ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ യുദ്ധവിമാനവും സജ്ജമാകുമെന്നാണ് കരുതുന്നത്. ഇത് വാങ്ങാനുള്ള ചർച്ചകളും സജീവമാണ്. വരും വർഷങ്ങളിൽ പഴയ ജൊഗ്ഗാർ മിറാഷ് വിമാനങ്ങൾ വിരമിക്കുന്നതോടെ പുതിയ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകും. പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ അംഗീകാരം നൽകിയ ISTR പ്ലാറ്റ്ഫോമുകളും പുതിയ നിരീക്ഷണ വിമാനങ്ങളും ആളില്ലാ വിമാനങ്ങളും കൂടി എത്തുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇനിയും ഇരട്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി ചൈനയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. വൻ ശക്തിയാണെന്ന് വീമ്പിളക്കുന്ന, ലോകത്തെ വിറപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ചൈനീസ് ഡ്രാഗണിന്റെ അവസ്ഥ എന്താണ്? കണക്കുകൾ നോക്കിയാൽ ചൈനയ്ക്ക് ധാരാളം വിമാനങ്ങൾ കാണുമായിരിക്കും. പക്ഷേ അവർക്കില്ലാത്ത ഒരു കാര്യമുണ്ട്. അത് ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ള യഥാർത്ഥ പോരാട്ട വീര്യമാണ്. 4ാം സ്ഥാനത്തേക്ക് ചൈന കൂപ്പുകുത്തുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിമാനങ്ങളുടെ എണ്ണം കൂട്ടിയതുകൊണ്ട് മാത്രം ആകാശത്തിന്റെ രാജാവാകാൻ കഴിയില്ല. 2022 മുതൽ തുടർച്ചയായി 5ാം തവണയാണ് ചൈനയെ ഇന്ത്യ ഈ റാങ്കിങ്ങിൽ തറപറ്റിച്ചിരിക്കുന്നത്. ഇത് വെറുമൊരു കണക്കല്ല, അവരുടെ സാങ്കേതിക വിദ്യയുടെയും ലോജിസ്റ്റിക്കിന്റെയും ദൗർബല്യമാണ് ഇവിടെ തെളിയുന്നത്. അതിർത്തിയിൽ എപ്പോൾ നോക്കിയാലും വിരട്ടാൻ നോക്കുന്ന ചൈനീസ് സൈന്യത്തിന് നമ്മുടെ റാങ്കിങ് കാണുമ്പോൾ ഉള്ളിൽ തീയാണ്. അവർക്ക് വിമാനങ്ങൾ ഉണ്ടാക്കാൻ അറിയുമായിരിക്കും, പക്ഷേ ആകാശത്ത് എങ്ങനെ യുദ്ധം ചെയ്യണമെന്നത് പൈലറ്റുമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇനിയും അവർക്ക് ഒരുപാട് ദൂരമുണ്ട്. പെപ്പർ ടൈഗർ എന്ന് ചൈനയെ ലോകം വിളിക്കുന്നത് വെറുതെയല്ല. ഇന്ത്യൻ വ്യോമസേനയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ചൈനീസ് ഡ്രാഗൺ ഇനി എത്ര വലിയ കോപ്രായം കാണിച്ചാലും ആകാശത്ത് ഭരിക്കുന്നത് ഇന്ത്യ ആയിരിക്കും. ഇനി ഈ നേട്ടത്തിന് പിന്നിൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, ശക്തമായ ഒരു തീരുമാനമുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തെ ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറത്തിവിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം ഇതിൽ എടുത്തു പറയേണ്ടതാണ്. പഴയകാലത്തെ ആയുധ ഇറക്കുമതിയുടെ ശീലങ്ങൾ മാറ്റി ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യവുമായി മോദി സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ അത് ലോകത്തെ തന്നെ ഞെട്ടിച്ചു. തേജസിന്റെ ഗർജനം കേൾക്കുമ്പോൾ അത് കേവലം ഒരു വിമാനത്തിന്റെ ശബ്ദമല്ല, ഇന്ത്യയുടെ സ്വന്തം കരുത്തിന്റെ ശബ്ദമാണ്. പ്രതിരോധ മേഖലയിൽ മോദി സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ തീരുമാനങ്ങളും സാങ്കേതിക വിദ്യയ്ക്കായി നൽകിയ പിന്തുണയുമാണ് ഇന്ത്യൻ വ്യോമസേനയെ ഇന്ന് ഈ ഉയരത്തിൽ എത്തിച്ചിരിക്കുന്നത്. വിദേശ ശക്തികൾക്ക് മുന്നിൽ കൈനീട്ടുന്ന നിലയിൽ നിന്ന് ഇന്ന് ലോകത്തിന് ആയുധം നൽകുന്ന ഒരു ശക്തിയായി ഇന്ത്യയെ മാറ്റിയതിൽ ഈ സർക്കാരിന്റെ പങ്ക് വളരെ വലുതാണ്. ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ നേരെ കണ്ണുരുട്ടുമ്പോൾ വ്യക്തമായ സന്ദേശമാണ് മോദി സർക്കാർ നൽകുന്നത്. അത് നമ്മൾ ഭാരതീയർ ആർക്കും കുറവല്ല എന്ന് തന്നെയാണ്. ഇനി എന്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ യഥാർത്ഥ കരുത്തെന്ന് നോക്കാം. വെറും കണക്കുകൾക്കപ്പുറം അസാമാന്യമായ ധൈര്യവും അത്യാധുനിക സാങ്കേതിക വിദ്യയും ഒത്തുചേരുന്ന ഒരിടമാണിത്. അജേയരായ പോരാളികൾ നമ്മുടെ ആകാശക്കോട്ടയിൽ നിരനിരയായി നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളാണ്. സുഖോയ് 30 MKIയുടെ കരുത്തും റഫാലിന്റെ അത്യാധുനിക ശേഷിയും തേജസിന്റെ വേഗതയും ഒക്കെ ചേരുമ്പോൾ, അതിന്റെ അനുഭവ സമ്പത്തും ഇവയെല്ലാം ഒത്തുചേരുമ്പോൾ ശത്രുവിന് മുന്നിൽ അതൊരു പേടി സ്വപ്നം തന്നെയാണ്. ഹിമാലയൻ കാവൽക്കാർ ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ അവരുടെ ലോജിസ്റ്റിക് കരുത്താണ്. നമ്മുടെ ആകെ വ്യോമശേഷിയുടെ വലിയൊരു ഭാഗം ഹെലികോപ്റ്ററുകളും ട്രാൻസ്പോർട്ട് വിമാനങ്ങളുമാണ്. ഹിമാലയൻ മലനിരകളിലെ കൊടും തണുപ്പിലും ദുർഘടമായ പാതകളിലും നമ്മുടെ സൈനികർക്ക് വേണ്ട ആയുധങ്ങളും ഭക്ഷണവും നിമിഷനേരം കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിയും. ഹെലികോപ്റ്ററുകളും മറ്റും ഇന്ത്യയുടെ സ്വന്തം അഭിമാനമായ HAL, ധ്രുവ്, രുദ്ര, പ്രചണ്ഡ എന്നിവയും ചേരുമ്പോൾ ആകാശം നമ്മുടേതാകുകയാണ്. അമേരിക്കൻ വ്യോമസേനയിൽ ഹെലികോപ്റ്ററുകളുടെ അനുപാതം വളരെ കുറവാണെങ്കിൽ ഇന്ത്യയിൽ അത് ഇത്രയും കൂടുതലായത് നമ്മുടെ ദൗത്യം എത്രത്തോളം വലുതാണെന്ന് സൂചിപ്പിക്കുകയാണ്. യുദ്ധക്കളത്തിൽ ശത്രുവിനെ തകർക്കാൻ മാത്രമല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സൈന്യത്തെ സുരക്ഷിതമായി എത്തിക്കാനും ഇന്ത്യയുടെ പൈലറ്റുമാർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തെന്ന് പറയുന്നത്. ആകാശത്ത് പറക്കുമ്പോൾ നമ്മൾ ശത്രുവിന് മുന്നിൽ ഒരു പടുകൂറ്റൻ കോട്ടയാണ്. ഭാരതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ആകാശത്തെ ഈ കാവൽക്കാരാണ് ഇന്ന് ലോകശക്തികളെ പോലും അമ്പരപ്പിക്കുന്നത്. ഇന്ത്യ ഇന്ന് കേവലം ഒരു രാജ്യമല്ല, ഒരു ലോകശക്തിയായി വളരുകയാണ്. ആകാശത്ത് ശത്രുക്കൾ കണ്ണുവെച്ചാൽ ഇടുത്തിയായി തിരിച്ചടിക്കാൻ ശേഷിയുള്ള ഒരു വലിയ വ്യോമസേന ഇന്ന് ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു കുതിപ്പിനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നേട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.